Good morning to all. Good morning, Miss. Okay, good morning. ആരുടെ ക്ലാസ്സില് ചെയ്യുന്നുള്ളൂ എല്ലാവരും. Good morning, ma'am. Morning. ജോയിൻ ചെയ്യുന്നുള്ളൂ അല്ലേ? ഓക്കെ, എല്ലാവരും പ്രിപ്പയർഡ് ആണോ? എക്സാംസ് ഒക്കെ നോക്കിയോ? പറയുന്നില്ല. എക്സാംസ് ഒക്കെ നോക്കിയോ? എന്തൊന്നും ഉണ്ടാത്തേ? ഹായ് മിസ്, എന്തായിരുന്നു ചോദിച്ചത്? കേട്ടില്ല, ഇവിടെ റേഞ്ച് പ്രശ്നം ഉണ്ടായതുകൊണ്ടേ. ആണോ? എക്സാംസ് ഒക്കെ നോക്കിയോന്ന്? ആ, നോക്കി. സ്റ്റാർട്ട് ചെയ്താലേ? ആ മിസ്, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പം ഫസ്റ്റ് എക്സാമ്പിൾ പറയും. മലയാളം സെന്റൻസ് പറയും. എല്ലാ കുട്ടികൾക്കും ഐസ്ക്രീം ഇഷ്ടമാണ്. എല്ലാ കുട്ടികൾക്കും ഐസ്ക്രീം ഇഷ്ടമാണ്. എങ്ങനെയാ വരാ? എല്ലാ കുട്ടികൾക്കും ഐസ്ക്രീം ഇഷ്ടമാണ്. എന്താ റെസ്പോണ്ട് ഒന്നുമില്ലല്ലോ? എല്ലാരും ക്ലാസ്സിലുണ്ടോ? കേൾക്കുന്നുണ്ടോ? Good morning, ma'am. യാ, മോർണിംഗ്. ഓക്കെ, എല്ലാവരും റെഡി ആണോ? ഓക്കെ, റെഡി ആണ് എല്ലാവരും? സ്റ്റാർട്ട് ചെയ്യാം നമുക്ക്. Yes, ma'am. അപ്പൊ പറയൂ, എല്ലാ കുട്ടികൾക്കും ഐസ്ക്രീം ഇഷ്ടമാണ്. ഇംഗ്ലീഷിലൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്യാം, then text me. Okay. Every child likes an ice cream. Every children like ice cream. All the children like ice cream. Every children like an ice cream. Every children like an ice cream. എന്താണ് ആൻസർ? എന്താ കറക്റ്റ് ട്രാൻസ്ലേഷൻ? എന്താ വരാ? എവറി ചിൽഡ്രൻ എന്നൊക്കെ പറയാം. എവറി ചിൽഡ്രൻ പറയാം. ഓക്കെ, ഇതുപോലെ ഓൾ ചിൽഡ്രൻ പറയാം. എവറി ചിൽഡ്രൻ പറയാം, ഓൾ ചിൽഡ്രൻ പറയാം. ഓക്കെ, എല്ലാ കുട്ടികൾക്കും എന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ എല്ലാ കുട്ടിക്കും എന്നാണോ? റസിയ, അത് സത്യത്തിലുണ്ടല്ലോ മിസ്സേ. ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്ത് തരുന്നു സെന്റൻസ്.
അതുകൊണ്ട് എവറി ചൈൽഡ് ലൈക്സ് ആൻ ഐസ്ക്രീം. അതില് എല്ലാ ചൈൽഡ് എന്ന് പറയുമ്പോഴത്തേക്കും സിംഗുലർ അല്ലേ? ചിൽഡ്രൻ വരുമ്പോ കുട്ടികൾ എന്ന് വരും. ചൈൽഡ് എന്ന് പറയുമ്പോ കുട്ടിക്കും ഐസ്ക്രീം ഇഷ്ടമാണ്. എല്ലാ കുട്ടിക്കും ഐസ്ക്രീം ഇഷ്ടമാണ്. എല്ലാ കുട്ടിക്കും എന്നാണ് കേട്ടോ, എല്ലാ കുട്ടികൾക്കും എന്നല്ല, എല്ലാ കുട്ടിക്കും. കുട്ടികൾക്ക് വന്ന് പറയുമ്പോ അത് മാറുമല്ലോ മിസ്സേ. ചിൽഡ്രൻ ആവും, അപ്പൊ ലൈക്സ് മാറി ലൈക്ക് ആവും, പ്ലൂറൽ ആയതുകൊണ്ട്. അപ്പൊ നിങ്ങൾ എല്ലാവരും അയച്ചത് മിസ്റ്റേക്ക് ആണ്. നിങ്ങൾ എല്ലാവരും ഉദ്ദേശിച്ചത് എല്ലാ കുട്ടികൾക്കും ഐസ്ക്രീം ഇഷ്ടമാണ് എന്നാണെങ്കിൽ എവറി ചിൽഡ്രൻ ലൈക്ക് ഐസ്ക്രീം എന്ന് വരും, അല്ലെങ്കിൽ ഓൾ ചിൽഡ്രൻ ലൈക്ക് ഐസ്ക്രീം എന്ന് വരും. അപ്പോ അവിടെ ഒരിക്കലും ലൈക്കിന്റെ കൂടെ എസ് ആഡ് ചെയ്യാൻ പാടില്ല. അത് കൂടുതലാണ്, ലൈക്ക് തന്നെ യൂസ് ചെയ്യണം. സിംഗുലർ ആണെങ്കിൽ മാത്രമാണ് ലൈക്സിലേക്ക് വരാം. ഓക്കെ, എല്ലാ കുട്ടിക്കും ഐസ്ക്രീം ഇഷ്ടമാണ് എന്ന് പറയുമ്പോൾ എവറി ചൈൽഡ് ലൈക്സ് ആൻ ഐസ്ക്രീം എന്ന് വരും. അപ്പോഴും എല്ലാ കുട്ടിക്കും എന്ന് പറയുമ്പോഴും അത് എന്താണ്, എന്തായിട്ട് വരും റസിയ? എല്ലാ കുട്ടിക്കും എന്ന് പറയുമ്പോഴത്തേക്കും കുട്ടികൾ എന്നാണ് എന്നൊരു മീൻ തന്നെ അല്ലേ വരിക? എല്ലാ കുട്ടികൾക്കും എന്ന് പറയുമ്പോ ഓൾ ചിൽഡ്രൻ ആവും. എല്ലാ കുട്ടിക്കും എന്ന് പറയുമ്പോൾ ഓൾ ചൈൽഡ് ആവും അല്ലെ? അങ്ങനെ ആവും. എവറി ചൈൽഡ് എവറി ചിൽഡ്രൻ, കറക്റ്റ് അല്ലേ? അപ്പൊ പിന്നെ ചിൽഡ്രൻ വരുമ്പോ നമ്മള് അത് പ്ലൂറൽ ആണ്, അപ്പൊ ലൈക്ക് ആണ് വരിക. ചൈൽഡ് വരുമ്പോ അത് സിംഗുലർ ആണ്, ചിൽഡ്രന്റെ സിംഗുലർ ആണ് ചൈൽഡ്, അപ്പൊ അവിടെ ലൈക്സ് ആണ് വരിക. ഓക്കെ, അങ്ങനെ പറയുമ്പോ കറക്റ്റ് ആണ്. പക്ഷെ അതിന് മുന്നിൽ ഒരു വേർഡ് ഉണ്ടല്ലോ, എവരി. അപ്പൊ അത് പ്ലൂറൽ ആയി. അത് പ്ലൂറൽ ആകില്ലേ? എല്ലാ കുട്ടിക്ക് എന്ന് പറയുമ്പോ ഒരുപാട് കുട്ടികളല്ലേ? അപ്പൊ അത് പ്ലൂറൽ ആയി. അപ്പം എവരി ചിൽഡ്രൻ ലൈക്ക് ഐസ്ക്രീം, എവരി ചിൽഡ്രൻ ലൈക്ക് ആൻ ഐസ്ക്രീം, ഇങ്ങനെ വരും അല്ലേ? അപ്പോ മലയാളം സെന്റൻസ് തന്നെ തെറ്റിപ്പോയി. നമുക്ക് ഇങ്ങനെ എടുക്കാം, എല്ലാ കുട്ടികൾക്കും ഐസ്ക്രീം ഇഷ്ടമാണ് എന്നാണ് കറക്റ്റ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അല്ലെ? ഓരോ കുട്ടിക്കും ഐസ്ക്രീം ഇഷ്ടമാണെന്നല്ല നമ്മൾ പറയുന്നത്, എല്ലാ കുട്ടികൾക്കും. മലയാളത്തിലാണെങ്കിലും എല്ലാ കുട്ടിക്കും എന്ന് പറയുന്നതും എല്ലാ കുട്ടികളും എന്ന് പറയുന്നത് രണ്ടും ഒന്ന് തന്നെയാണ് അല്ലെ? എല്ലാ കുട്ടികൾക്കും എന്ന് പറയുമ്പോ അത് കുറെ പേരെന്ന് പറയും. കുട്ടിക്കും ഒരാളെ അല്ലേ നമ്മൾ കുട്ടി എന്ന് പറയുന്നത്. പക്ഷെ അവിടെ ഒരു കുട്ടിയിലല്ല മെൻഷൻ ചെയ്തിരിക്കുന്നത്. അതേ എവരി വന്നത് കൊണ്ട്, അതെന്തായാലും എവരി അവിടെ വന്നത് കൊണ്ട് പ്ലൂറൽ ആയി, അത് ഓട്ടോമാറ്റിക്കലി അത് പ്ലൂറൽ ആയി. അപ്പം ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്തതിലാണ് ചെറിയ മിസ്റ്റേക്ക് പറ്റിയത്, ചിലർക്ക് കിട്ടാൻ പറ്റാതിരുന്നത്. കാരണം എവരി എന്ന് ഉദ്ദേശിക്കുമ്പോ അവിടെ എവരി എന്ന് പറയുമ്പോൾ ഒരുപാട് ആൾക്കാരുണ്ട് അല്ലെ? അത് കുട്ടികളാണെങ്കിലും അത് കുട്ടിയാണെങ്കിലും ഒരുപാടുണ്ട്, അതുകൊണ്ടാണ് അവിടെ എവരി വന്നത്. അപ്പോ അത് പ്ലൂറലാണ്, അത് വരുന്ന വേർബും പ്ലൂറലായിരിക്കണം. അറിയുള്ളൂ. സോ എവരി ചിൽഡ്രൻ ആണെങ്കിൽ ലൈക്ക് എന്ന് യൂസ് ചെയ്യണം, അല്ലെങ്കിൽ ചൈൽഡ് ആണെങ്കിൽ ലൈക്സ് യൂസ് ചെയ്യണം. ഓക്കെ, ക്ലിയർ ആണ്? അപ്പോ എവരി ചിൽഡ്രൻ ലൈക്ക് ഐസ്ക്രീം എന്ന് പറയുന്ന സെന്റൻസിനെ നമുക്ക് നെഗറ്റീവ് ആക്കണം. നെഗറ്റീവ് ആക്കി every children don't like ice cream. Yeah, every children don't like ice cream. ഞാൻ ഒരു കാര്യം നിങ്ങൾ ചോദിക്കട്ടെ, ഈ ചിൽഡ്രൻ തന്നെ പ്ലൂറലാണ്, പിന്നെ അതിന്റെ കൂടെ നമുക്ക് എവരിയുടെ ആവശ്യമുണ്ടോ? കുട്ടികൾക്ക് ഐസ്ക്രീം ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ പോരെ? എവരിയുടെ ആവശ്യം അവിടെ ഇല്ല. അതാകുമ്പോ ഭയങ്കരമായിട്ട് ഒരുമാതിരി സെന്റൻസ് ആയി പോയത്. ചിൽഡ്രൻ ലൈക്സ് ഐസ്ക്രീം ആണ്, ചിൽഡ്രൻ പ്ലൂറൽ ആയ, അപ്പൊ പിന്നെ നമ്മൾ ആ പ്ലൂറലിനെ ഒന്നും കൂടെ എടുത്തത് അത് വേണ്ടെന്ന് തോന്നി മിസ്സേ. അപ്പൊ നമുക്ക് അതന്നെ മതി. ചിൽഡ്രൻ ലൈക്സ് ഐസ്ക്രീം, ചിൽഡ്രൻ ലൈക്ക് ഐസ്ക്രീം മതി. കുട്ടികൾക്ക് ഐസ്ക്രീം ഇഷ്ടമാണ്, ചിൽഡ്രൻ ലൈക്ക് ഐസ്ക്രീം.
ഇനി കുട്ടികൾക്ക് ഐസ്ക്രീം ഇഷ്ടമല്ല എന്ന് പറയും. റെജൂസ് ചിൽഡ്രൻ ആണേ, ചൈൽഡ് ആണെങ്കിൽ അത് ഓക്കെയാണ്. ചിൽഡ്രൻ ഇവിടെ ചിൽഡ്രൻ ആണ് ഉദ്ദേശിച്ചത്. പക്ഷേ റിജു അത് ഇപ്പൊ അയച്ചത് കറക്റ്റ് ആണ്. നമ്മൾ പറഞ്ഞതും റിജു അയച്ചതും രണ്ടായി പോയി. പക്ഷെ മിസ്റ്റേക്സ് ഒന്നും ഇല്ല, ചെറിയ മിസ്റ്റേക്സ് ഒന്നും ക്ലിയർ ആണ്. ഓക്കെ, ശ്രീവിദ്യ അത് ക്വസ്റ്റ്യൻ അല്ല കേട്ടോ, ക്വസ്റ്റ്യൻ മാർക്ക് വേണ്ട, അത് ക്വസ്റ്റ്യൻ അല്ല. Children don't like ice cream. കുട്ടികൾക്ക് ഐസ്ക്രീം ഇഷ്ടമല്ല. Children don't like ice cream. Okay, in next പോസിറ്റീവ് ക്വസ്റ്റ്യൻ ചെയ്യണം. കുട്ടികൾക്ക് ഐസ്ക്രീം ഇഷ്ടമാണോ? ക്വസ്റ്റ്യൻ മാർക്ക് ആണോ കേട്ടോ, മറക്കരുത്. Do children like ice cream? Do children like ice cream? Yeah. Negative question പറയൂ. നെഗറ്റീവ് ആവുമ്പം ഡോണ്ട് ചിൽഡ്രൻ ലൈക്ക് ഐസ്ക്രീം. Yeah. Don't children like ice cream? Negative. Okay, about children like ice cream. Children don't like ice cream. Do children like ice cream? Don't you children like ice cream? Okay. So the next ഒരു മലയാളം സെന്റൻസ് പറയൂ. സെന്റൻസ് പറയൂ. ഇനി വേറെ ആരെങ്കിലും പറയട്ടെ, ഞാൻ ഒരെണ്ണം പറഞ്ഞല്ലോ. വേറെ ആരെങ്കിലൊക്കെ പറയൂ. എന്താ ആരും ഒന്നും മിണ്ടാത്തേ? ആരെങ്കിലും വേറെ നോക്കിയിട്ടുണ്ടോ? ഒന്ന് റെസ്പോണ്ട് ചെയ്യൂ. എന്താണ് സൈലന്റ് ആണല്ലോ ക്ലാസ്സില്? എന്തുപറ്റി? കാർത്തിക ഒരു മലയാളം സെന്റൻസ് പറയൂ. ഓക്കെ, ക്ലാസ്സിൽ ആരെങ്കിലും ഉണ്ടോ? നിങ്ങൾ കേൾക്കുന്നുണ്ടോ? ഹലോ, യാ കാർത്തിക. ശരിക്കും ഞാൻ ഇവരെ ക്ലാസ് ചെയ്തിട്ടില്ല, സംഭവം അറിയില്ല. എന്തോ? ഇന്നലെ ഞാൻ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്തിട്ടില്ല. ഇന്നലെ എമർജൻസി ആയിട്ട് പോവേണ്ടി വന്ന സ്ഥലത്ത്. ആണോ? യാ ഓക്കെ. ഇനി ആരെങ്കിലും പ്രിപ്പയർ ചെയ്തിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറയുന്നില്ലെങ്കിൽ എന്ന് പറയൂ. റെസ്പോണ്ട് ചെയ്യൂ. ആരും ഇല്ലെന്നുണ്ടെങ്കിൽ ഞാൻ ഒന്നും കൂടെ പറയാം. അപ്പൊ ഞാൻ പറയാം. ഇത് മലയാളം വരുന്നതെന്ന് പറഞ്ഞാ നോക്കട്ടെ. എന്റെ സഹോദരന്റെ പട്ടി ഒരുപാട് കുരയ്ക്കും. ഓക്കെ ആണോ? തെറ്റ് മാറും. അപ്പൊ വേറെ നോക്കട്ടെ. ഇത് ഞാന് ആ ഒരു ഇതിലാണ് എടുത്തത് കേട്ടോ. അപ്പൊ വേറെ നോക്കട്ടെ. എന്റെ അച്ഛൻ എല്ലാ ദിവസവും ജിമ്മിൽ പോകാറുണ്ട്. എന്റെ അച്ഛൻ എല്ലാ ദിവസവും ജിമ്മിൽ പോകാറുണ്ട്.
ഓക്കെ. പറയൂ. ടെക്സ്റ്റ് ചെയ്യൂട്ടോ. എന്റെ അച്ഛൻ എല്ലാ ദിവസവും ജിമ്മിൽ പോകാറുണ്ട്. ഒന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യും ഇംഗ്ലീഷിലേക്ക്. Yeah, okay. Yeah. ശ്രീവിദ്യ. ശ്രീവിദ്യ റെസ്പോണ്ട് ചെയ്തേ. Yes, ma'am. Yeah. Okay, ശ്രീവിദ്യ. My father goes to gym every day. Correct ആണ്. ഇതിനെ നമുക്ക് നെഗറ്റീവ് സെന്റൻസ്, പോസിറ്റീവ് ക്വസ്റ്റ്യൻ, നെഗറ്റീവ് ക്വസ്റ്റ്യൻ ഇത് മൂന്നും പറയണം. ഓക്കെ. ഓക്കെ ആണോ ശ്രീവിദ്യ? പറയണുണ്ടോ? ടെക്സ്റ്റ് ചെയ്യാൻ Okay. പറയൂ. My father does go gym every day. Hello? Yeah. Okay. My father Does go every. My father does goes every day. Goes gym every day. Text ചെയ്താൽ മതിയോ മാം? ചോദിക്കുമ്പോ ഇല്ല പറയണം കേട്ടോ. ടെക്സ്റ്റ് ചെയ്യല്ലേ, പറയണം. പറഞ്ഞാലും പഠിക്കുള്ളൂ. അതുകൊണ്ടാണ് തെറ്റിയാലും കുഴപ്പമില്ല. My father goes to gym every day എന്ന് പറഞ്ഞു. അത് എന്റെ അച്ഛൻ എല്ലാ ദിവസവും ജിമ്മിൽ പോകാറുണ്ട് എന്നാണ്. ഇനി നമുക്ക് വേണ്ടത് നെഗറ്റീവ് സെന്റൻസ് ആണ്. പോകാറില്ല എന്ന് പറയണം. അപ്പൊ എന്താ പറയാ? My father does not go gym every day. Yeah, my father doesn't go to gym every day. Okay. ഇനി ക്വസ്റ്റ്യൻ ചെയ്യണം. പോകാറുണ്ടോ എന്ന് ചോദിക്കണം. Does my father goes gym every day? Go to വേണോ കേട്ടോ. Go to എന്ന് പറയണേ. Go to gym every day. My father go to gym every day. Okay. ഇനി പോകാറില്ലേ? നെഗറ്റീവ് ക്വസ്റ്റ്യൻ. Does not my father go to gym every day? Okay. ഇത് നാലും ഒന്ന് പറഞ്ഞേ. Does not എന്ന് പറയണ്ട. Doesn't. Doesn't my father go to gym every day? Yeah, okay. ഇത് ആദ്യം മുതലേ ഒന്ന് ഫസ്റ്റ് തുടങ്ങി പറയും കേട്ടോ. My father goes to gym every day തുടങ്ങി ഈ നാലെണ്ണവും പറയാം. Okay. Okay. My father does go gym every day. No. ഫസ്റ്റ് തുടങ്ങി പറയൂ. My father goes to തുടങ്ങി പറയൂ. My father goes to gym every day. My father does goes to gym every day. Doesn't ആണ്. നെഗറ്റീവ് ആണ്. ടീച്ചർ എന്തോ ഒന്നുകൂടെ പറഞ്ഞു മനസ്സിലായില്ല. My father goes to gym every day. My father doesn't go to gym every day. Does my father go to gym every day? Doesn't my father go to gym every day? ഇങ്ങനെ വരണം. ഇതേപോലെ പറയും. നാലെണ്ണം ഒരുമിച്ച് പറയും. My father goes to gym every day. My father doesn't go to gym every day. Correct ആയോ മാം? Doesn't my father goes to gym every day? പോസിറ്റീവ് ക്വസ്റ്റ്യൻ പറയൂ. Does my father goes to gym every day? Yeah, okay. ഇപ്പൊ കറക്റ്റ് ആണല്ലോ. ക്ലിയർ ആയില്ലേ ഇപ്പോ? Yeah, okay. So അത് കറക്റ്റ് ആണ്. എല്ലാവരും പറഞ്ഞ കറക്റ്റ് ആണ്. My father
സഫിയ ഡോണ്ട് അല്ല കേട്ടോ, ഡസിന്റ് ആണേ, ഡോണ്ട് അല്ല. മൈ ഫാദർ എന്ന് പറയുന്നത് സിംഗുലർ ആണ്, സിംഗുലർ സബ്ജക്റ്റ് ആയതുകൊണ്ട് നമ്മൾ യൂസ് ചെയ്യേണ്ടത് ഡസ് ആണ്, ഡോണ്ട് അല്ല. ഓക്കെ, ആൽവിൻ മൈ ഫാദർ വാസ് ഗോയിങ് ടു ജിം എവറി ഡേ എന്ന് പറയുമ്പോ അത് പാസ്റ്റ് ടെൻസിലേക്ക് മാറുന്നു കേട്ടോ. അപ്പൊ ടെൻസ് വ്യത്യാസം ഉണ്ട്, അവിടെ വാസിന്റെ ആവശ്യമില്ല, ING വേണ്ട. അവിടെ നമുക്ക് എന്താണ്, ഇത് സിംഗിൾ പ്രസന്റ് ടെൻസ് ആണ്. സോ നമ്മൾ യൂസ് ചെയ്യേണ്ടത് സബ്ജക്റ്റും വെർബ് മാത്രമാണ്. അവിടെ നമുക്ക് ഓക്സിലറീസ് ഒന്നുമില്ല, ING ഫോം ഒന്നുമില്ല കേട്ടോ. ഓക്കെ, ക്ലിയർ? സോ നെക്സ്റ്റ് ആരാ? ഓക്കെ, റിജൂസ്. റിജൂസ് എന്നാണ് പേര്, പേരറിയില്ല. ക്ലാസ്സിലുണ്ടോ? റെസ്പോണ്ട് ചെയ്യൂ. ഉണ്ട് മിസ്സേ. ഓക്കെ, ഇപ്പോ പറഞ്ഞില്ലേ മൈ ഫാദർ ഗോസ് ടു ജിം എവറി ഡേ, ഇത് 4 വേർഷൻ ഒന്ന് പറഞ്ഞേ. മൈ ഫാദർ ഗോസ് ടു ജിം എവറി ഡേ. മൈ ഫാദർ doesn't gym every day. Doesn't Gym every day. doesn't പോണ്ടേ? doesn't അവിടെ എന്താ വെർബ് വരണ്ടേ? വെർബ് ഇല്ലല്ലോ. മിസ്സേ, പോകാറുണ്ട്, പോകാറുണ്ടോ, പോകാറില്ലേ, ഇത് 3 പിന്നെ എന്തുവാ? പോകാറുണ്ട്, പോകാറില്ല, പോകാറുണ്ടോ, പോകാറില്ലേ എന്നാ വരാം. അതൊന്നും കൂടെ ഒന്നും മനസ്സിലായില്ല മിസ്സേ. അതായത് എന്റെ അച്ഛൻ എല്ലാ ദിവസവും ജിമ്മിൽ പോകാറുണ്ട്. ആ സെന്റൻസ് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാകാം അത് സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ്. ഓക്കെ, ഒരു റൊട്ടീൻ ആണ്, നമ്മൾ ഡെയിലി ചെയ്യുന്ന ഒരു കാര്യം ആയതുകൊണ്ട് സിമ്പിൾ പ്രസന്റ് ടെൻസിലാണ് വരാം. സിമ്പിൾ പ്രസന്റ് ടെൻസിന്റെ സ്ട്രക്ചർ എന്താണ്? സബ്ജക്ട് പ്ലസ് വെർബ് ആണ് അല്ലെ? അപ്പൊ ഇവിടെ സബ്ജക്ട് പറയുന്നത് മൈ ഫാദർ ആണ്. മൈ ഫാദർ എന്ന് പറയുന്നത് ഒരാളായതുകൊണ്ട് സിംഗുലർ ആണ്. ഓക്കെ, സിംഗുലർ ആയതുകൊണ്ട് നമുക്ക് ഇവിടെ യൂസ് ചെയ്യേണ്ട വെർബ് സിംഗുലർ വെർബ് തന്നെ ആയിരിക്കണം. അപ്പൊ ഇവിടെ പോകുക എന്നാണ് വെർബ് വരുന്നത്. പോകുക എന്ന് പറയുമ്പോൾ ഗോ ആണ്. സിംഗുലർ, അതിനെ സിംഗുലറൈസ് ചെയ്യണമെങ്കിൽ അതിന് കൂടെ ES ആഡ് ചെയ്യണം. ഗോസ് വരും. ഓക്കെ, അപ്പൊ സബ്ജക്ട് പ്ലസ് സിംഗുലർ വെർബ് വരുമ്പോ മൈ ഫാദർ ഗോസ്. ഇനി എങ്ങോട്ട്? ടു ജിം. ഇനി എപ്പോൾ? എല്ലാ ദിവസവും. അപ്പൊ എവ്രിഡേ. മൈ ഫാദർ ഗോസ് ടു ജിം എവ്രിഡേ എന്ന് കിട്ടി. ഇപ്പൊ എല്ലാ ദിവസവും എന്ന് വെച്ചാൽ ജിമ്മിൽ പോകാറുണ്ട് എന്നൊരു പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് നമ്മോട് കിട്ടി. ഇനി അതിൽ നെഗറ്റീവ് ആകണം. നെഗറ്റീവ് ആകണമെങ്കിൽ മലയാളം എന്ത് പറയും? എല്ലാ ദിവസവും പോകാറില്ല എന്ന് പറയും. അങ്ങനെ ഇല്ല എന്ന് പറയുമ്പോൾ സബ്ജക്ട് സിംഗിൾ സബ്ജക്ട് ആയതുകൊണ്ട് നമുക്ക് നെഗറ്റീവ് പറയുമ്പോഴും ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോഴും നമുക്ക് വേണ്ടത് എന്താണ്? ഡു അല്ലെങ്കിൽ ഡസ് ആവശ്യമാണ് അല്ലെ? പ്രസന്റ് ടെൻസ് ആയതുകൊണ്ട് ഡുവോ ഡസോ ആണ് ആവശ്യം. ഇവിടെ സബ്ജക്ട് എന്ന് പറയുന്നത് സിംഗുലർ ആയതുകൊണ്ട് നമ്മൾ യൂസ് ചെയ്യേണ്ടത് ഡസ് ആയിരിക്കണം. ഓക്കെ, അപ്പൊ ഇവിടെ നെഗറ്റീവ് പറയുമ്പോൾ നമ്മൾ എന്താ യൂസ് ചെയ്യാം? ഡസിന്റ് പറയണം. അപ്പൊ മൈ ഫാദർ ഡസിന്റ് ഗോ ടു ജിം എവറി ഡേ എന്ന് പറയണം. ഇനി ഇത് ക്വസ്റ്റ്യൻ ചോദിക്കണം, പോകാറുണ്ടോ? അപ്പൊ ഈ ഡസിനെടുത്ത് ഫ്രണ്ടിൽ ഇടണം. ഓക്സിലറി ആയിരിക്കും ഫ്രണ്ടിലും വരാം. ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോ അത് എന്ന ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോ ഓക്സിലറി ആയിരിക്കും നമുക്ക് ഏറ്റവും ആദ്യം വരാം. അപ്പൊ ഇവിടെ എന്താ വരാ? ഡസ് മൈ ഫാദർ ഗോ ടു ജിം എവറി ഡേ എന്ന് പറയണം. ഡസ് മൈ ഫാദർ ഗോ ടു ജിം എവറി ഡേ. ഓക്കെ, ഇനി പോകാറില്ലേ? നെഗറ്റീവ് ക്വസ്റ്റ്യൻ ആണ്. ഡസിന്റെ കൂടെ ഒരു നോട്ട് ആഡ് ചെയ്യണം, എന്നാൽ നെഗറ്റീവ് ആകും. അപ്പൊ ഡസിന്റ് മൈ ഫാദർ ഗോ ടു ജിം എവറി ഡേ എന്ന് വരും. കിട്ടിയോ? ഒന്ന് പറഞ്ഞു നാരായണ. വെയിറ്റ്, ഞാൻ എഴുതിയിട്ടുണ്ട്. നോക്കി പറയാനാണോ? അല്ല, ഞാൻ ഒന്ന് കറക്റ്റിനൊന്ന് എഴുതി നോക്കിയിട്ട് പറയാന്ന്.
ഓക്കെ, ഞാനൊരു കാര്യം ചെയ്യട്ടെ. ഇനി ഇത് ആർക്കെങ്കിലും മനസ്സിലാവാത്തവരുണ്ടോ? ഒന്ന് റെസ്പോണ്ട് ചെയ്തേ. മനസ്സിലായില്ലെങ്കിൽ കുറച്ച് ക്ലിയർ ആക്കി തരാൻ വേണ്ടിയാണ്, അല്ലാതെ വേറെ ഒന്നിനല്ല കേട്ടോ. ഓപ്പൺ ആയിട്ട് തന്നെ പറയും. മനസ്സിലായില്ലെങ്കിൽ മനസ്സിലായില്ലെന്ന് പറയും. പറയാൻ പറ്റണം നമുക്ക്. ഓരോന്ന് ഞാനിപ്പോ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് ടെക്സ്റ്റ് ചെയ്യാൻ എളുപ്പമാണ്, പക്ഷെ പറയാൻ കിട്ടുന്നില്ലല്ലോ. നമുക്ക് പറയണം. ഇംഗ്ലീഷ് നമ്മൾ ടെക്സ്റ്റ് ചെയ്താണോ കൺവേ ചെയ്യുക കാര്യങ്ങൾ? കമ്മ്യൂണിക്കേറ്റ് ടെക്സ്റ്റ് ചെയ്താണോ? അല്ലല്ലോ, സംസാരിക്കണ്ടേ? അപ്പൊ നമ്മൾ പറയണം. അങ്ങനെ പറയാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് എന്നോട് ഒന്ന് റെസ്പോണ്ട് ചെയ്യൂ. ആരൊക്കെയാണെങ്കിലും ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറയൂ കേട്ടോ. എല്ലാവരും എനിക്ക് അറിയണം. പറയാൻ പറ്റുന്നില്ല മിസ്സേ, അല്ലെങ്കിൽ ഞാൻ പറയാൻ പറ്റുന്നുണ്ട്. രണ്ട് ഒപ്പീനിയനും അറിയണം എനിക്ക്. ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറയൂ, ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറയൂ. ഓക്കെ, ഞാൻ ഒപ്പീനിയൻ അറിഞ്ഞിട്ട് മാത്രമേ ഞാൻ ഈ ക്ലാസ് മുന്നോട്ട് പോകുള്ളൂ. എല്ലാവരും ക്ലാസ്സില് 30 സ്റ്റുഡൻസ് ഉണ്ട്. ഓക്കെ, 30 above സ്റ്റുഡൻസ് ഉണ്ട്. എല്ലാവരും ഒപ്പീനിയൻ എനിക്ക് അറിയാം. ഹലോ മിസ്സേ, ഡൗട്ട് ആയിട്ടല്ല, ഇങ്ങനത്തത് ഒരു സെന്റൻസ് ഇപ്പൊ സിമ്പിൾ പ്രസന്റ് ടെൻസിലല്ലേ നിക്കുന്നേ. അപ്പൊ അതില് പോസിറ്റീവ് സെന്റൻസ്, നെഗറ്റീവ് സെന്റൻസ്, പോസിറ്റീവ് ക്വസ്റ്റ്യൻ, നെഗറ്റീവ് ക്വസ്റ്റ്യൻ അങ്ങനെയാണോ മേക്ക് ചെയ്യുന്നേ? ആ ഓക്കെ ഓക്കെ. ഓക്കെ, സോ ഡൗട്ട് ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറയാം, ഡൗട്ട് ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറയും. എനിക്ക് എന്തായാലും വേണം കേട്ടോ. അതെ, ഞാൻ ചോദിച്ച എന്താണ് എന്നോട് പറയുന്നത്? റസിയ, ഓക്കെ, താങ്ക് യു. കഴിഞ്ഞു. ഇത് റെസ്പോണ്ട് ചെയ്യോ? ഞാൻ എല്ലാവരും വിളിക്കൂല, എല്ലാവരും വിളിച്ച് ഞാൻ ചോദിക്കും. അല്ലെങ്കിൽ ഞാൻ ക്ലാസ് മുന്നോട്ട് കൊണ്ടുപോയില്ല. പറയൂ, ക്ലിയർ ആണ്? ഓക്കെ, ഒരാൾ റിപ്ലൈ വന്നു. നെക്സ്റ്റ് റെസ്പോണ്ട് ചെയ്യോ എല്ലാവരും. എനിക്ക് ടെക്സ്റ്റ് ചെയ്യണം, മസ്റ്റ് ആണ്, ചെയ്യണം, ചെയ്തേ പറ്റൂ. ഇത്രയും പേർക്ക് ക്ലിയർ ഉണ്ടോ? ബാക്കി ആർക്കും ക്ലിയർ അല്ല? ഡൗട്ട് ഉണ്ടോ? ഓക്കെ, ഇനി റെസ്പോണ്ട് ചെയ്യാൻ ആരൊക്കെ റെഡി ആണെന്ന് പറഞ്ഞേ. റെസ്പോണ്ട് മീൻസ് എന്നോട് സംസാരിക്കണം. ഇതുപോലെ ചോദിക്കുമ്പോ എനിക്ക് റിപ്ലൈ കിട്ടണം. അങ്ങനെ ആരൊക്കെ റെഡിയാണ് ചോദിച്ചാൽ ഞാൻ പറയാം മിസ്സേ. പറയാൻ പറ്റില്ലെങ്കിൽ പോലും ഞാൻ ട്രൈ ചെയ്യാം മിസ്സേ എന്നാണെങ്കിൽ എനിക്ക് അറിയണം. അറിയൂ. ഞാൻ ഓക്കെയാണ് മിസ്. റെഡി? യാ, ഇതുപോലെ ആരൊക്കെ റെഡിയാണ്? എല്ലാവരും റെസ്പോണ്ട് ചെയ്യണം കേട്ടോ. മൂന്ന് പേരാ? 4. ഓക്കെ, സുഷന, പാർവതി, വെരി ഗുഡ്. ഓക്കെ, സോ ഇത് ചോദിക്കാൻ കാരണം വേറൊന്നല്ല, പറഞ്ഞാൽ മാത്രമേ പഠിക്കൂ. ടെക്സ്റ്റ് ചെയ്താൽ നമ്മൾ പഠിക്കില്ല. പറയണം. ടെക്സ്റ്റ് ചെയ്യുന്നതിനേക്കാൾ ബുദ്ധിമുട്ടാണ് നമുക്ക് സംസാരിക്കാൻ. നമുക്കറിയാമല്ലോ അല്ലെ? ഇംഗ്ലീഷ് നമ്മൾ എപ്പോഴും ആർക്കെങ്കിലും മെസ്സേജ് അയക്കുന്നുണ്ടെങ്കിൽ അത് ടെക്സ്റ്റ് മെസ്സേജ് ആയിരിക്കില്ലേ? എപ്പോഴെങ്കിലും വോയിസ് മെസ്സേജ് അയച്ചിട്ടുണ്ടോ? ഇംഗ്ലീഷ് സംസാരിച്ച വോയിസ് മെസ്സേജ് ആരെങ്കിലും അയച്ചിട്ടുണ്ടോ? ഇല്ല, ചാൻസ് വളരെ കുറവായിരിക്കും അല്ലെ? അതാണ് നമുക്ക് സംസാരിക്കാൻ ബുദ്ധിമുട്ടാണെന്ന് ഞാൻ പറയുന്നത്. ട്രൈ ചെയ്യാം. ഓക്കെ, അപ്പോ മാം റസിയ ഇംഗ്ലീഷിലെ വോയിസ് അയക്കുവേ. ആണോ? റസിയ പാട്ട് പാടിയാണ്, പിന്നെ എന്തുകൊണ്ടൊന്നും അയക്കാൻ പറ്റില്ല. അയക്കാം.
തിരിച്ച് ടെക്സ്റ്റ് ചെയ്യും ഞങ്ങള്. Good. Very good. Okay. അപ്പോ ബിബിസുന പറയൂ. യെസ് മാം. എനിക്ക് ഐസ്ക്രീം ഇഷ്ടമാണ്. ട്രാൻസ്ലേറ്റ് ചെയ്യൂ. എനിക്ക് ഐസ്ക്രീം ഇഷ്ടമാണ്. പറയൂ. I like ice cream. I like ice cream. I like ice cream. എനിക്ക് ഐസ്ക്രീം ഇഷ്ടമല്ല. I don't like ice cream. എനിക്ക് ഐസ്ക്രീം ഇഷ്ടമാണോ? Do you like ice cream? നിനക്കല്ല, എനിക്ക് Do I like ice cream? Sorry. ഐസ്ക്രീം അതൊക്കെ ചോദിക്കാറില്ല. എന്നാലും കേൾക്കട്ടെ. പിന്നെന്താ, എനിക്ക് ഐസ്ക്രീം ഇഷ്ടമാണോ? Don't I like ice cream? Okay. Clear. Next. Okay, fine. Okay. Sophia. Yes, ma'am. അവർ ക്രിക്കറ്റ് കളിക്കുകയാണ്. അവർ ഗ്രൗണ്ടിൽ ക്രിക്കറ്റ് കളിക്കുകയാണ്. ക്രിക്കറ്റ് കളിക്കുകയാണ്. ഞാൻ ഉദ്ദേശിച്ചത് സിംഗിൾ പ്രസന്റ് തന്നെയാണ് കേട്ടോ. ക്രിക്കറ്റ് കളിക്കുന്നു. അവർ ഗ്രൗണ്ടിൽ ക്രിക്കറ്റ് കളിക്കുന്നു. പറയൂ. He play cricket. അവർ പ്ലൂറലാണേ. അവർ ഗ്രൗണ്ടിൽ ക്രിക്കറ്റ് കളിക്കുന്നു. You are playing cricket. അവരാണേ. കുറെ ആൾക്കാരുണ്ട്. അവർ എന്താ പറയാ? അവര് ഗ്രൗണ്ടിൽ ക്രിക്കറ്റ് കളിക്കുന്നു. They are miss. Yeah, they are ട്ടോ. അവർ ഗ്രൗണ്ടിൽ ക്രിക്കറ്റ് കളിക്കുന്നു. അവർ സഫിയ കേൾക്കുന്നുണ്ടോ? Yes, ma'am. പറഞ്ഞോളൂ. They are playing cricket. സിംഗിൾ പ്രസന്റ് ടെൻസ് അല്ലേ? സിംഗിൾ പ്രസന്റ് ടെൻസ് വെച്ചിട്ട് പറയൂ. സഫിയ Yes, ma'am. എന്താണ് മനസ്സിലായില്ലേ? മനസ്സിലായി. പെട്ടെന്ന് എഴുതിയിട്ട് പറയാന്ന് ഓർത്താണ്. എഴുതിട്ട് പറയണ്ട. അങ്ങനെ പറയണ്ട. നമ്മൾ സംസാരിക്കുമ്പോൾ ഒരാളോടെങ്കിലും സംസാരിക്കുമ്പോൾ വീട്ടിട്ടോ ഞാൻ എഴുതിയിട്ട് പറയട്ടോ. ഒന്ന് പറഞ്ഞാൽ വെയിറ്റ് ചെയ്യോ? ഇല്ല. ഇല്ല. അതുപോലെ തന്നെയാണ്. ഇപ്പൊ എഴുതണ്ട. നമ്മൾ ഓർത്ത് പറയും. ബ്രെയിൻ വർക്ക് ചെയ്യണ്ടേ? ബ്രെയിന് കുറച്ച് പണി കൊടുക്കാം നമുക്ക്. ആലോചിക്കോ? കണ്ണടച്ച് ആലോചിക്കോ? അവർ ക്രിക്കറ്റ് കളിക്കുന്നു. എങ്ങനെയാ പറയാ? They are playing the cricket എന്ന് വരൂ. They play cricket in the ground. They play cricket in the ground എന്ന് വരും. ഗ്രൗണ്ടിൽ ക്രിക്കറ്റ് കളിക്കുന്നു. ഓക്കെ. സഫിയക്ക് ടെൻഷൻ ഉണ്ടോ? ജഡ്ജിനല്ല, ഇവിടെ പിള്ളേരുണ്ട്. അതുകൊണ്ടല്ലോ കൂടുതൽ അവരെ ശ്രദ്ധിക്കുന്നത്. അതുകൊണ്ടാണ്. ആണോ? ഓക്കെ. ശ്രദ്ധിച്ചിരിക്കൂട്ടോ. യെസ്. നെക്സ്റ്റ് ആരാ? ഗ്രീഷ്മ എന്ന് പറയൂ. ഇപ്പൊ ഞാൻ പറഞ്ഞത് തന്നെ ട്രാൻസ്ലേറ്റ് ചെയ്യാം. They play the cricket in the ground. Do they play the cricket in the ground? They don't play the cricket in the ground. Don't they play the cricket in the ground? ശരിയാണ്.
ഓക്കെ ഗ്രീഷ്മ പറയാം വെയിറ്റ് ചെയ്യൂ കേട്ടോ, പറയാം കേട്ടോ. ഗ്രീഷ്മ പറഞ്ഞത് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ? മിസ്റ്റേക്ക് മിസ്. ഡു അല്ല ഡസ് അല്ലേ വരുന്നത് മാം? അവിടെ മിസ്റ്റേക്ക് വന്നല്ലോ. എന്തോ അല്ല മിസ്, ഡൂ തന്നെയല്ലേ വരുന്നത്, അത് പ്ലൂറൽ അല്ലയോ? അപ്പൊ ഡൂ പിന്നെ ഡെസ് സിംഗുലറിനല്ലേ വരുന്നത്, അങ്ങനെ ഡെസ് ഡേ എന്ന് പറയും. വെയിറ്റ് ചെയ്യണേ, ഞാൻ പറയാം. ഗ്രീഷ്മ ഒന്നുകൂടെ പറഞ്ഞേ, ഉറക്കെ പറയൂ. ആ മിസ് ഒരു ദേ പ്ലേ ദ ക്രിക്കറ്റ് ഇൻ ദി ഗ്രൗണ്ട്. ഡു ദേ പ്ലേ ദ ക്രിക്കറ്റ് ഇൻ ദി ഗ്രൗണ്ട്? ശരിയല്ലേ മിസ്? ആ ഇപ്പൊ പറഞ്ഞത് ഒന്ന് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് മാത്രം ഒന്ന് ടെക്സ്റ്റ് ചെയ്തേ. ഇനി ഞാൻ കേട്ടതിന്റെ കുഴപ്പമാണെന്ന് അറിയാനാണേ. ഒന്ന് ടെക്സ്റ്റ് ചെയ്യും. ആ അപ്പൊ ഞാൻ മാത്രമല്ല കേട്ടത്. താങ്ക് യു. ശരിയല്ലേ മിസ്? ഗ്രീഷ്മ ഗ്രീഷ്മ ഇനി ഒന്ന് പറഞ്ഞേ കേക്കട്ടെ. ടെക്സ്റ്റ് ചെയ്ത് ശരിയല്ലേ മിസ്? പറയൂ പറയൂ. They play the cricket in the ground. Do they play the cricket in the ground? ഗ്രീഷ്മ ഓ ടെക്സ്റ്റ് ചെയ്യുന്നതും പറയുന്നതും രണ്ടാണല്ലോ. പ്ലേ ആണോ പ്ലേഡ് ആണോ പറയുന്നേ? പ്ലേ എന്നാ പറഞ്ഞേ, ഞാൻ അങ്ങനെയാ ടൈപ്പ് ചെയ്തേ. പ്ലേ ദ എന്ന് വരുമ്പോഴാണ് മാം പ്ലേഡ് എന്ന് കേൾക്കുന്നത്. എന്തോ പ്ലേ പ്ലേ ദ ഞാൻ ക്രിക്കറ്റ് പറഞ്ഞേ. എന്നാണ് പറയുന്നത്. അപ്പോ പ്ലേഡ് എന്ന് കേൾക്കുന്നുള്ളൂ. ആണോ? ഇപ്പൊ ഞാൻ കേട്ടതിന്റെ ആയിരിക്കും. കുറച്ച് പേരും കേട്ടു പ്ലേഡ് എന്ന് പറയുന്നത് കേട്ടോ. അതാണ് ഞാൻ മിസ്റ്റേക്ക് എന്ന് പറയുന്നത്. പ്ലേഡ് എന്നല്ല പറഞ്ഞേ, പ്ലേ ദ എന്നാ പറയുന്നത്. പ്ലേ ദാന്നാ പറഞ്ഞേ. പ്ലേ പ്ലേ ദേ പ്ലേ ദ ക്രിക്കറ്റ് പറഞ്ഞേ. പ്ലേ ദ ക്രിക്കറ്റ് ഇൻ ദി ഗ്രൗണ്ട്. ദേ പ്ലേ They play cricket in the ground. Do they play cricket in the ground? ഗ്രീഷ്മ കേൾക്കുന്നില്ലല്ലോ. Message Okay. ശരിയാണോ? They play cricket in the ground. Do they play cricket in the ground? നെഗറ്റീവ് പറയൂ, നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് പറയൂ. They don't play cricket in the ground. Don't they play cricket in the ground? പോസിറ്റീവ് ക്വസ്റ്റ്യൻ പറയൂ. Do they play cricket in the ground? Sorry. Yes. Do they Okay. play cricket in the ground? They play cricket in the ground. They don't play cricket in the ground. Do they play cricket in the ground? Don't they play cricket in the ground? Okay. Okay. Yes. അപ്പൊ ഞാൻ പ്ലേഡ് ആയിട്ട് കേട്ടു, അതുകൊണ്ടാണ് ഫസ്റ്റ് മിസ്റ്റേക്ക് ആണെന്ന് പറഞ്ഞത്. ഓക്കെ. Okay. നെക്സ്റ്റ് അഞ്ജന. മിസ്സേ കറണ്ട് ഇല്ലായിരുന്നേ, എനിക്കിപ്പോഴാ കയറാൻ പറ്റി. എന്തോ കറണ്ട് ഇല്ലായിരുന്നു, ഇപ്പോഴാ കയറാൻ പറ്റിയേ. ആണോ? കുഴപ്പമില്ല, ക്ലാസ് നടന്നുകൊണ്ടിരിക്കുകയാണ്, ശ്രദ്ധിച്ചില്ല. ഓക്കെ. അഞ്ജന സുമി. പറഞ്ഞു. You sing a song. You? ഓ, ഞാൻ തന്നെ ഇംഗ്ലീഷ് പറഞ്ഞല്ലോ. നീ പാട്ട് പാടും, നീ ഒരു പാട്ട് പാടുന്നു. നീ ഒരു പാട്ട് പാടുന്നു. പാടുന്നു. You sing a song.
ഓക്കെ, അതാണ് സ്റ്റേറ്റ്മെന്റ്, പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ്. അതിന് നെഗറ്റീവ് ക്വസ്റ്റ്യൻ എന്നൊക്കെ പറയും. You sing a song. You don't sing a song. Do you sing a song? Don't you sing a song? ഓക്കെ, ഇംഗ്ലീഷ് കേട്ട് ഞെട്ടണ്ട, ഒരുമാതിരി ഇംഗ്ലീഷാണ് കുഴപ്പമില്ല. നെക്സ്റ്റ് അതുല്യ. അവനൊരു ലെറ്റർ എഴുതുന്നു. ഒന്നുകൂടെ പറയാം മിസ്സേ. അവൻ ഒരു ലെറ്റർ എഴുതുന്നു. He writes a letter. He does not write a letter. Does he write a letter? Doesn't he write a letter? He writes a letter. He doesn't write a letter. Does he writes a letter? റൈറ്റ്സ് ആണോ? റൈറ്റ്സ് ആണോ? Writes. ടെസ്റ്റ് വരുമ്പോ ഒരിക്കലും റൈറ്റ്സ് പറയാൻ പാടില്ല, റൈറ്റ് ആയിരിക്കണം കേട്ടോ. Okay. So does he write a letter? ടെസ്റ്റിലേക്ക് അങ്ങോട്ട് പോകും. ടെസ്റ്റ് പ്ലസ് റൈറ്റ് ആണ് റൈറ്റ്സ് ആയിട്ട് വരും. Okay, miss. ഓക്കെ, അപ്പൊ ബാക്കിയെല്ലാം കറക്റ്റ്. He writes a letter. He doesn't write a letter. Does he write a letter? Doesn't he write a letter? Okay, ഇങ്ങനെ വരും. Okay, then Riju നേരത്തെ പറഞ്ഞതല്ലേ? നെക്സ്റ്റ് ജ്യോതി കൃഷ്ണ. ജ്യോതി കൃഷ്ണ ക്ലാസ്സിലുണ്ടോ? ആരാ? റസിയ പറയുന്നുണ്ടോ? മിസ്സേ പറഞ്ഞോളൂ. റസിയ പിന്നെയും കുറച്ച് സെന്റൻസ് കൂടി ഇല്ലേ മലയാളം? എന്റെ കുറച്ചും കൂടെ ഉണ്ട്, അത് പിന്നെ ഞാൻ പറഞ്ഞുതരാം. പറയും. നീ എല്ലാ സമ്മറിലും ഹോളിഡേസിലും പോകും. അതൊന്നും പറ്റൂല. എന്താ പറയാ? ഓക്കെ, ഞാൻ പാത്രം കഴുകി. അത് പറ്റോ? ഏതാണ്? ഞാൻ പാത്രം കഴുകുന്നു. ഞാൻ തന്നെ പറയണോ? ഓക്കെ, ഞാൻ പാത്രം കഴുകുന്നു. ഐ വാഷ് ദ ഡിഷസ്. ഇനി ഞാൻ പാത്രം കഴുകുന്നില്ല. ഐ ഡോണ്ട് വാഷ് ദ ഡിഷസ്. ഇനി ഞാൻ പാത്രം കഴുകുന്നുണ്ടോ? ഡു ഐ വാഷ് ദ ഡിഷസ്? ഞാൻ പാത്രം കഴുകുന്നില്ല. ഡോണ്ട് ഐ വാഷ് ദ ഡിഷസ്. Is it right? മോഡുലേഷൻ എല്ലാം കറക്റ്റ് ആണ് കേട്ടോ. Thank you so much. ഇങ്ങനെ മാക്സിമം ഇങ്ങനെ പറയാൻ നോക്കാം. നമ്മളിങ്ങനെ പറഞ്ഞ് നമ്മൾ ആ സന്ദർഭത്തിൽ അതിന്റെ രീതിയിൽ പറഞ്ഞാലേ നമുക്ക് ആ ഒരു ഫ്ലുവൻസി കിട്ടുള്ളൂ. അല്ലാണ്ട് നമ്മളിനി എത്ര ഗ്രാമർ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ ഫ്ലുവന്റ് ആയിട്ട് സംസാരിക്കണമെങ്കിൽ ആ സന്ദർഭത്തിലാണ് നമ്മളിപ്പോ നിൽക്കുന്നതെന്ന് ആലോചിക്കുക. എന്നാൽ മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് നിങ്ങൾ ഓരോരുത്തരും കൊണ്ട് ഞാൻ പറയിപ്പിക്കുന്നത്. പക്ഷെ എല്ലാവരും സീരിയസ് ആയിട്ടാ പറയുന്നത്. നമ്മൾ ചോദിക്കുക, നമ്മൾ മലയാളം ഇങ്ങനെ ചോദിക്കുന്നേ, അതേപോലെ തന്നെ ഇംഗ്ലീഷ് ചോദിക്കണം അല്ലേ? അപ്പോ
സിമ്പിൾ പ്രസന്റ് ടെൻസ് ക്ലിയർ ആണോ എല്ലാവർക്കും? പോസിറ്റീവും നെഗറ്റീവും ക്വസ്റ്റ്യൻസും എല്ലാം ക്ലിയർ ആണോ? ക്ലിയർ? ക്ലിയർ ആണ്. ഓക്കെ. പിന്നെ ഒരു കാര്യം, നമ്മള് ഇംഗ്ലീഷ് സംസാരിക്കണമെങ്കിൽ അത് തന്നെ ഒരുപാട് എഫോർട്ട് എടുക്കണം. ഓക്കെ, ആ കാര്യം നിങ്ങൾ മറക്കരുത് കേട്ടോ. നമ്മൾ ഒരിക്കലും താനെ നമ്മൾ അറിയാതെ ഒരു ലാംഗ്വേജ് നമ്മൾ പഠിക്കില്ല. നമ്മൾ അതിനു വേണ്ടി എഫോർട്ട് എടുത്താൽ മാത്രമേ നമ്മൾ പഠിക്കൂ. ഓക്കെ, മിസ് പഠിപ്പിക്കുന്നുണ്ട്, മിസ്സിന്റെ ക്ലാസ് കൊണ്ട് എനിക്ക് ഇംഗ്ലീഷ് സംസാരിക്കാം എന്നുള്ള ചിന്ത വേണ്ട, അത് നടക്കാത്ത കാര്യമാണ്. മിസ്സിന്റെ ക്ലാസ്സും നിങ്ങളുടെ ഒരു ഹാർഡ് വർക്ക് കൂടെ ഉണ്ടെങ്കിൽ നിങ്ങൾ സംസാരിക്കും. ഓക്കെയാണ്? ഓക്കെയാണോ? ശരിയല്ലേ ഞാൻ പറഞ്ഞത്? അല്ലേ? കറക്റ്റ് ആണ്. നിങ്ങൾക്ക് ഇപ്പൊ സംസാരിക്കാൻ തന്നെ പേടിയാണ്. കുറച്ചു പേർക്ക് മിണ്ടുന്നേ ഇല്ല. ടെക്സ്റ്റ് മെസ്സേജ് അയച്ചുകൊണ്ടേയിരിക്കും. റെസ്പോൺസ് ഉണ്ട്, ടെക്സ്റ്റിലൂടെ റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ അതല്ല നമുക്ക് ഇവിടെ ഇംഗ്ലീഷ് ക്ലാസ്സിന് വേണ്ടത്. സംസാരിക്കണം, മാക്സിമം സംസാരിക്കണം. കിട്ടുന്ന അവസരം മാക്സിമം യൂട്ടിലൈസ് ചെയ്യണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് കുറച്ചെങ്കിലും ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, നിങ്ങൾ എന്തെങ്കിലും ടെൻഷനോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ സംസാരിക്കാൻ ബുദ്ധിമുട്ടോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ പറയൂ, ഓപ്പൺ ആയിട്ട് തന്നെ പറയൂ. ഉണ്ടോ? നല്ല പേടിയുണ്ട് മാം. പേടിയുണ്ടോ? എന്തിനാ പേടിക്കുന്നത്? വെറുതെ ഒരു പേടി. വെറുതെ ഒരു പേടി? അതാണ്, ആ പേടിയെ കൊള്ളൂല. എന്തിനാ വെറുതെ ഒരു പേടിയെ ചിന്തിക്കുന്നേ? പേടി അങ്ങോട്ട് മാറ്റാം. ക്ലാസ്സിൽ ഇരിക്കുന്ന എല്ലാവരും നിങ്ങളെ പോലെ തന്നെയാണ്. ആരും പെർഫെക്റ്റ് ഒന്നും അല്ല. ഇവൻ ഞാൻ പോലും പെർഫെക്റ്റ് ഇല്ല എന്ന് ഞാൻ പറയുന്നുണ്ട്. ഞാൻ പോലും പെർഫെക്റ്റ് അല്ല. ഓക്കെ, നമുക്ക് ഇംഗ്ലീഷ് പഠിക്കണമെങ്കിൽ നമ്മൾ തന്നെ വിചാരിക്കണം. അത് മറ്റുള്ളവർ എന്ത് പറയും, അവരെന്ത് പറയും, അത് ചിന്തിക്കാതെന്ന് വിചാരിച്ചാല് ഇതൊന്നും നടക്കുന്ന കാര്യമല്ല. ആദ്യം മനസ്സിലാക്കൂ, സ്വയം കുറെ കാര്യങ്ങൾ മനസ്സിലാക്കും. നിങ്ങൾ ടെൻഷൻ ഉണ്ട്, എനിക്ക് അറിയാം നിങ്ങൾക്ക് ടെൻഷൻ ഉണ്ട്. സംസാരിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. നിങ്ങൾക്ക് കൂൾ ആയിട്ടിരിക്കും. ഒരു കാര്യം നമുക്ക് അറിഞ്ഞാല് നിങ്ങൾക്ക് പറയാം എന്നൊരു കോൺഫിഡൻസ് നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റും. ഇതിപ്പോ ഞാൻ ചോദിച്ച കാര്യം വളരെ സിമ്പിൾ ആണ്. നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യമാണ്, നിങ്ങൾ ടെക്സ്റ്റ് ചെയ്യുന്ന കാര്യമാണ്. പക്ഷെ സംസാരിക്കുമ്പോൾ ബുദ്ധിമുട്ട് വരുന്നുണ്ട്. അതെന്തുകൊണ്ടാണ്? പ്രാക്ടീസ് ചെയ്യാത്തതുകൊണ്ടാണ്. ഇംഗ്ലീഷ് നമുക്ക് ഫ്ലെക്സിബിലിറ്റി വരണം. സംസാരിച്ച് ഫ്ലെക്സിബിലിറ്റി വരണം. എന്നാൽ മാത്രമേ നമുക്കത് എന്താണ് ഒരു ബുദ്ധിമുട്ടില്ലാതെ വെള്ളി വീഴാതെ നമുക്ക് സംസാരിക്കാൻ പറ്റും. ഓക്കെ, ക്ലിയർ ആണോ? നിങ്ങൾക്ക് മൈക്ക് അൺമ്യൂട്ട് ചെയ്യാൻ പോലും മടിയാണ്. സത്യത്തിൽ നിങ്ങൾക്ക് ടെൻഷൻ അല്ല, അതെല്ലാം മടിയാണ്. മെയിനായിട്ട് മടിയാണ്. എല്ലാരും മടിയാണ്. പഠിക്കാൻ മടി അല്ലെ? കുറച്ച് സമയം പഠിക്കാൻ വേണ്ടി മാറ്റി വെക്കാൻ മടി. ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാൻ മടി. അതിനും പല ടെക്സ്റ്റ് ചെയ്താൽ പോരെ ചോദിച്ച് ടെക്സ്റ്റ് ചെയ്യും. ഓക്കെ, ക്ലാസ് ശ്രദ്ധിച്ചിരിക്കുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. പക്ഷെ റെസ്പോണ്ട് ചെയ്യാതിരുന്നല്ല ഇംഗ്ലീഷ് ഒന്നും പഠിക്കില്ല. ഇംഗ്ലീഷ് പഠിക്കുന്ന ആഗ്രഹമുണ്ട്, എന്നാൽ ഭയങ്കര മടിയുമാണ്. അങ്ങനെയാണെങ്കിൽ നടക്കോ? എന്തെങ്കിലും നടക്കോ? ഒന്നും നടക്കില്ല. എനിക്ക് ഭയങ്കര മടിയാണ്. എന്തോ മടിയല്ല മിസ്, ഒരു ടെൻഷനാണ്, സ്റ്റാർട്ടിങ് അത്രേ ഉള്ളൂ. ടെൻഷനാണ്. അതെ, ഇതൊക്കെ മാറ്റണ്ടേ നമുക്ക്? എല്ലാം മാറ്റണം. ക്ലാസ്സിൽ സംസാരിക്കാൻ റെഡി ആയിട്ട് വരാം. എപ്പോഴും ഇംഗ്ലീഷ് ക്ലാസ്സിലെ മിസ് എന്ത് ചോദിച്ചാലും ഞാൻ സംസാരിക്കും. അൺമ്യൂട്ട് ചെയ്ത് ഞാൻ സംസാരിക്കും. അത് ഇംഗ്ലീഷ് ആണെങ്കിലും മലയാളം ആണെങ്കിലും ഞാൻ സംസാരിക്കും എന്നൊരു ഉറപ്പോട് കൂടി എപ്പോഴും എല്ലാ ഇംഗ്ലീഷ് ക്ലാസ്സിലും ജോയിൻ ചെയ്യാം. ഓക്കെ, എന്റെ ക്ലാസ്സിൽ ആരും ഉറക്കം തോന്നിയോ ബോറടിച്ചോ ഇരിക്കാൻ പാടില്ല. ഓക്കെ ആണോ? ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് അതേപോലെയാണ്. നിങ്ങൾക്ക് ബോറടിക്കുന്നില്ല എന്നാണ് എന്റെ ഒരു വിശ്വാസം. ഞാൻ സീരിയസ് ആയിട്ട് ഒന്നല്ല ക്ലാസ് എടുക്കുന്നത്. ഇത്രയും കംഫർട്ടബിൾ ആയിട്ട് ക്ലാസ് എടുക്കുമ്പോൾ നിങ്ങൾ അതിനനുസരിച്ച് എനിക്ക് റെസ്പോണ്ട് ചെയ്യണ്ടേ? ചെയ്യണോ വേണ്ടയോ? അപ്പോ ഞാൻ കാണിക്കുന്ന പോലെ തിരിച്ചും എന്നോട് കാണിക്കണം.
ഓക്കെ Okay, ma'am. ഓക്കെ Okay, miss. Okay, ma'am. Okay, ma'am. പറയും നെക്സ്റ്റ് വീക്ക് വരുമ്പോ പിന്നെയും പഴയതുപോലെ ആവും. അങ്ങനെയാണോ? ഇല്ല miss. ഇല്ല. ഇല്ല. ഓക്കെ. അപ്പോ സിമ്പിൾ പ്രസന്റ് ടെൻസ് ക്ലിയർ ആണോ? സംസാരിക്കാൻ പറ്റുമോ ഇനി? Clear ആണ് miss. ക്ലിയർ ആണ്. ഓക്കെ. ഞാൻ കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡെയിലി റൊട്ടീൻ എഴുതിക്കൊണ്ടിരാൻ പറഞ്ഞിരുന്നു. എഴുതിക്കൊണ്ട് വന്നു, പക്ഷെ നിങ്ങൾ എന്ത് ചെയ്തു? അത് നോക്കി വായിച്ചു. അങ്ങനെയല്ലേ ഉണ്ടായത്? നോക്കിയില്ല വായിച്ച എല്ലാവരും? അതെ മാം. അതെ. എവിടെയെങ്കിലും ഒരു ഇന്റർവ്യൂവിന് പോയി, എന്തെങ്കിലും ഒരു ഇതിന് പോയി അവര് ഒരു കാര്യം റൊട്ടീൻ ചോദിച്ചു, നിങ്ങൾ എന്ത് ചെയ്യും? അപ്പോ നിങ്ങൾ ഏതെങ്കിലും നോട്ട്ബുക്ക് തപ്പാൻ പോകോ? ഇല്ല. ഇല്ല. അപ്പൊ പിന്നെ എന്ത് ചെയ്യണം? തനിയെ പറയാൻ പഠിക്കോ? തന്നെ പറയാൻ പറ്റണം. ഇത് തന്നെയല്ലേ ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഞാൻ നോട്ട്ബുക്കിൽ നോക്കരുത്, തന്നെ പറയൂ എന്ന് പറഞ്ഞാൽ ആരെങ്കിലും ചെയ്തോ? നിങ്ങൾക്ക് വേണ്ടി പഠിക്കുന്നു ഞാൻ എപ്പോഴും പറയും, നിങ്ങൾക്ക് വേണ്ടി പഠിക്കൂ. ഞാൻ എവിടെ നിന്ന് കാണുന്നില്ല നിങ്ങൾ നോക്കിയാണോ വായിക്കുന്നത്, പക്ഷെ എനിക്ക് കേട്ടാൽ മനസ്സിലാവും നിങ്ങൾ നോക്കിയാണോ വായിക്കുന്നത്. എനിക്ക് കേട്ടാൽ തന്നെ അറിയാൻ പറ്റും. ഓക്കെ. സോ ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോ റൊട്ടീൻ പറയണം, നോക്കാതെ. തെറ്റിയാലും കുഴപ്പമില്ല, എന്നോട് പറയണം. അപ്പൊ പേടിയെങ്കിലും കുഴപ്പമില്ല, എന്നോട് പറഞ്ഞേ പറ്റും എല്ലാവരും. ഓക്കെ ആണോ? നിങ്ങൾ നോട്ട്ബുക്കിൽ എഴുതിയോളൂ, നോട്ട്ബുക്കിൽ എഴുതി പ്രിപ്പയർ ചെയ്തോളൂ. പക്ഷേ അത് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് വെച്ചാൽ എഴുതി വെക്കാം, അത് നോക്കി വായിക്കാൻ വേണ്ടിയല്ല. എഴുതി വെച്ച കാര്യം നിങ്ങൾ പറയുന്ന പോലെ പ്രാക്ടീസ് ചെയ്യാം. ഞാൻ പറയുന്നത് അങ്ങനെ തന്നെ നിങ്ങൾ ചെയ്തു നോക്കൂ ഫസ്റ്റ്. ഓക്കെ, പ്രാക്ടീസ് ചെയ്യാം, നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യാം. നിങ്ങൾ സംസാരിക്കുന്ന പോലെ, ആ ഒരു മലയാളം സംസാരിക്കുന്ന പോലെ, ആ ഒരു മോഡുലേഷനിൽ നിങ്ങൾ സംസാരിക്കാൻ നോക്കുക. അങ്ങനെ പ്രാക്ടീസ് ചെയ്തതിന് ശേഷം നിങ്ങൾ ക്ലാസ്സിലേക്ക് വരും. സ്പീഡിൽ പറയാനല്ല ഞാൻ പറയുന്നത്. നമ്മൾ സംസാരിക്കുന്നത് എങ്ങനെയാണ്? ഓരോ കാര്യങ്ങൾ വിട്ടാണ് പറയുന്നത്, അല്ലെ? അല്ലാതെ ഒരു കഥ പോലെ ഇങ്ങനെ വെറുതെ പറഞ്ഞിരിക്കുകയാണോ നോൺ സ്റ്റോപ്പ് ആയിട്ട്? അല്ലല്ലോ. നമ്മൾ റൊട്ടീൻ മലയാളത്തിൽ പറയുമ്പോൾ നമ്മൾ സ്റ്റോപ്പ് ചെയ്ത് എവിടേക്കാണ് സ്റ്റോപ്പ് ചെയ്യണം, എവിടേക്കാണ് ഫുൾ സ്റ്റോപ്പ് ചെയ്യണം, എല്ലാം നമുക്കറിയാം. ആ രീതിയിലായിരിക്കും നമ്മൾ ഒരു കാര്യം സംസാരിക്കുന്നത്. ഓക്കെ. അല്ലാതെ ബുക്കിൽ നോക്കി വായിക്കുമ്പോ ഒരു കഥ പോലെയാണോ? ഞാനിപ്പോ ഇരിക്കുന്നു, ഞാനത് ചെയ്യുന്നു, നിങ്ങളുടെ ഡയറി ഞാൻ വായിച്ചൊരു ഫീലാണ് എനിക്ക് കിട്ടുക. അങ്ങനെയല്ല എനിക്ക് വേണ്ടത്. നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾ പറയുന്ന പോലെ എനിക്ക് കിട്ടണം. ഓക്കെ. അപ്പൊ അതേപോലെ സംസാരിക്കാൻ റെഡി ആയിട്ട് വരാം. സപ്പോസ് ഓക്കെ മിസ് ഞാൻ റെഡി അല്ല എങ്കിൽ റെഡി അല്ല എന്ന് അടുത്ത ക്ലാസ്സിൽ വരുമ്പോ പറയാം. സമയം വേസ്റ്റ് ചെയ്യാൻ പാടില്ല. ഓക്കെ ആണോ? ഇതെല്ലാം ഞാൻ പറയുന്നത് എനിക്ക് വേണ്ടിയല്ല എന്ന് ആദ്യം നിങ്ങൾക്ക് മനസ്സിലാക്കണം. നിങ്ങൾ അത് തന്നെ മനസ്സിലാക്കണം. എനിക്ക് വേണ്ടിയുള്ളതൊന്നും ഞാൻ പറയുന്നത് നിങ്ങൾക്ക് വേണ്ടി, നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിക്കാൻ വേണ്ടി ഞാൻ പറയുന്ന കാര്യങ്ങളാണ്. അത് അനുസരിക്കേണ്ട ഉത്തരവാദിത്വം നിങ്ങൾക്കുണ്ട്, അല്ലേ? അതെ. തെറ്റാണെങ്കിൽ ട്രൈ ചെയ്യാ. തെറ്റും അത് ഉറപ്പാണ്. തെറ്റ് എന്തായാലും വരും. അത് എനിക്കും അറിയാം, നിങ്ങൾക്കും അറിയാം. പിന്നെ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് പറഞ്ഞാൽ ഇപ്പൊ എന്താ പ്രശ്നം? നമുക്ക് രണ്ടുപേർക്കും അറിയാം നിങ്ങൾ പറയുന്നത് തെറ്റായിരിക്കും, തെറ്റേ പറയുള്ളൂ. നമ്മൾ രണ്ടുപേർക്കും അറിയാവുന്ന കാര്യമാണ്. സോ പറയാൻ നോക്കുക, ഫസ്റ്റ് പറയാ, അത്രയേ ഉള്ളൂ. നമ്മൾ ജനിച്ചു വീണ മക്കള് പറയുന്ന മലയാളം ആദ്യം എന്താണ് പറയാ? അവര് ഒട്ട തെറ്റല്ലേ? അത് നമ്മൾ പറയാണ് മോനെ എങ്ങനെ നീ പറയണ്ട കേട്ടോ, തെറ്റാണ് നീ പറയണ്ടെന്ന് പറഞ്ഞാൽ അവൻ പിന്നെ സംസാരിക്കുമോ? ഇല്ല. ഇല്ല. അതുപോലെ തന്നെയാണ് നിങ്ങൾക്ക് ചെയ്തോണ്ടിരിക്കുന്നത്. തെറ്റും എന്നും അക്സെപ്റ്റ് ചെയ്യുക ആദ്യം, എന്നിട്ട് സംസാരിക്കും. ഓരോ പ്രാവശ്യം കഴിയും തോറും ആ മിസ്റ്റേക്സ് നിങ്ങൾ തന്നെ കറക്റ്റ് ചെയ്ത് അത് ഫ്ലുവൻസിയിൽ വരും. ഉറപ്പാണത്. 100% 100 ഫുൾ പെർസെന്റേജ് ഉറപ്പാണ്. ഓക്കെ. ഇതിപ്പോ ഇനി എന്റെ ക്ലാസ് നെക്സ്റ്റ് വീക്കാണ്, ടൈം ഒരുപാടുണ്ട്. ഓക്കെ. ഇന്ന് കേട്ട കാര്യങ്ങൾ ഇന്നത്തോടെ നിങ്ങൾ വിട്ട് കളയരുത്. എല്ലാ ക്ലാസ്സിൽ വരുമ്പോഴും ഇത് തലയിൽ ഉണ്ടാവണം, പറയുന്ന എല്ലാവരും. ഓക്കെ ആണോ?
അപ്പോ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോ എല്ലാവരും ആക്റ്റീവ് ആയിട്ട് വരാം ക്ലാസ്സില്. നമ്മൾ ഫ്രണ്ട്സ് ഒക്കെ കൂടി സംസാരിക്കുന്ന ഒരു ഫീൽ ആയിക്കോട്ടെ. ടീച്ചറായിട്ട് കാണണ്ട, പോരെ? ഫ്രണ്ടാണ് വിചാരിക്കുക, കൂളായിട്ട് സംസാരിക്കാം. ഓക്കെ, കോഴ്സ് കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ പഠിച്ചണം. ഇത്രയേ ഉള്ളൂ. ആ ഒരു ആഗ്രഹത്തോടെ ഓക്കെ. Okay. Okay, miss. Yeah, that's all. So, mind up ചെയ്യാം നമുക്ക്. ഓക്കെ, അപ്പൊ അത്രയ്ക്കുള്ളൂല്ലോ. എന്തെങ്കിലും പറയാനുണ്ടോ? നിങ്ങൾക്ക് എന്തെങ്കിലും എന്നോട് പറയാനുണ്ടോ? ഞാൻ പറഞ്ഞില്ല മിസ്റ്റേക്ക് ഉണ്ടോ? ഇല്ല മിസ്. ഓക്കെ, നിങ്ങൾ എന്തെങ്കിലും പറയുന്നത് ഞാൻ ഇങ്ങനെ മനസ്സിലാക്കിയത് തോന്നുന്നുണ്ടോ നിങ്ങൾക്ക്? അതെ. അതെ, കാരണം ഞാനും ഇങ്ങനെ തന്നെയാണ്. ഓക്കെ, ഞാൻ ഇങ്ങനെയൊക്കെ തന്നെയാണ്. ഞാനും നിങ്ങളൊക്കെ സെയിം തന്നെയല്ലേ? ഓക്കെ, അപ്പോ ആച്ചാ ഞാനും ഒരുപാട് എന്റെ ക്യാരക്ടർ ഇങ്ങനെ ഒരുപാട് മാറ്റി. അതിനുശേഷമാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിങ്ങനെ ഇരിക്കുന്നത്. മനസ്സിലായോ? അതുകൊണ്ട് നമ്മൾ വിചാരിച്ചാൽ നടക്കാതായിട്ട് ഒന്നും തന്നെ ഇല്ല. അത് മനസ്സിലാക്കുക. വിചാരിക്കണം. ഓക്കെ, എപ്പോഴും ആ വീട്ടിൽ തന്നെ ഇങ്ങനെ ഇരുന്നാൽ മാത്രം പോരാ. നമുക്ക് നാലാളുടെ മുന്നിൽ ഒന്ന് ഇംഗ്ലീഷ് ഒന്ന് സംസാരിച്ചൊക്കെ നേരത്തെ കിട്ടുന്ന ഒരു എന്താണ് പറയാല്ലേ, എന്തൊക്കെയാ പറയൂ, വളരെ സംസാരിക്കുന്നേട്ടോ പറയും അല്ലേ? അതിന് കുറച്ച് കളിയാക്കലൊക്കെ ഉണ്ടാവും കേട്ടോ. പക്ഷെ അതൊന്നും മൈൻഡ് ചെയ്യണം, ഒന്നും മൈൻഡ് ചെയ്യണ്ട. ഓക്കെ, യാ. സോ അങ്ങനെ എപ്പോഴും ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഒന്നും മറക്കരുത്. വേറെ ടീച്ചേഴ്സ് ഒന്നും പറയാൻ അവർക്ക് സമയമൊന്നുമില്ല. അവർക്ക് എക്സാം നിങ്ങൾക്ക് എന്താണ് അവർക്ക് എന്താ അവരുടെ പോർഷൻസ് എക്സാമിനുണ്ട്. പക്ഷെ ഇംഗ്ലീഷ് അങ്ങനെയല്ല. എനിക്ക് ഇംഗ്ലീഷ് പഠിപ്പിക്കണം, കുറച്ച് കോൺഫിഡൻസ് ഉണ്ടാക്കണം, മോട്ടിവേറ്റ് ചെയ്യണം, എന്നൊക്കെയാണ് എന്റെ ഉദ്ദേശം. ഓക്കെ, ബാക്കി ടീച്ചേഴ്സിന് അതൊന്നും പറയാനോ ഒന്നിനും സമയമില്ല. അവർക്ക് അവരുടെ ചാപ്റ്റേഴ്സ് എടുത്ത് പോകണം. ഓക്കെ, അപ്പൊ ഈ ക്ലാസ്സിൽ മാത്രമായിരിക്കാം ഇങ്ങനെ റിലാക്സ് ചെയ്ത് നമുക്ക് കൂളായിട്ട് സംസാരിക്കാൻ പറ്റുക. അത് മാക്സിമം നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യാൻ നോക്കാം. ഓക്കെ, ഓക്കെ അല്ലേ? ബോറടിച്ചോ? ആണോ? ബോറടിച്ചോ ക്ലാസ്? ഉദ്ദേശം പോയോ? ഇല്ല. ഓക്കെ, ഞാൻ മുമ്പോട്ടെ ഇങ്ങോട്ട് നിങ്ങൾ കുറച്ച് പഠിക്കും. ഓക്കെ, ഓക്കെ മിസ്. ബൈ. Okay, miss. Okay, miss. Thank you, ma'am. Thank you, ma'am. Thank you so much.